ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് കിച്ചൺ ടിപ്സ് ഷെയർ ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഓഫീസിലേക്കൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള നമ്മൾ ആ ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കില്ലേ, ആ ഒരു ടൈമാണ് കേട്ടോ ഇത്. ഇത് എന്നിട്ട് ഞാൻ യൂറ്റൻസിൽസും കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ തന്നെ കൗണ്ടർ ടോപ്പെല്ലാം ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റൗ കുറച്ച് ചൂടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ ഇപ്പോഴാണ് ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കിച്ചൺ ക്ലീനായിട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് നമ്മുടെ സ്റ്റൗ ക്ലീനായിട്ടിരിക്കുക എന്നുള്ളത്. ഇതിപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി എൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സ്റ്റൗവിൽ. അപ്പോൾ ഡ്രൈ ആയിട്ട് കിടക്കുന്ന വേസ്റ്റൊക്കെയാണ്. അപ്പോൾ അതാദ്യം ഇതുപോലെ ഒരു ഡ്രൈ ക്ലോത്ത് വെച്ചിട്ട് വേസ്റ്റൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്തിട്ട് ആ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് വെറ്റ് വൈപ്പും കൂടെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ സ്പ്രേ ബോട്ടിൽ എപ്പോഴും ഞാൻ പറയുന്നതാണ്, ഒരു സ്പ്രേ ബോട്ടിൽ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലീനിങ് ടാസ്ക്കൊക്കെ എപ്പോഴും ഈസി ആൻഡ് സിമ്പിളായിരിക്കും. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ സ്റ്റൗ വന്നിട്ട് 2 ഡബിൾ റിങ്ങിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ടോപ്പ് റിങ്ങിൽ അത്യാവശ്യം സ്റ്റെയിനൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് ഞാൻ വാഷ് ചെയ്യാനും ബേസ് റിങ് വന്നിട്ട് ജസ്റ്റ് ഒരു വൈപ്പ് കൊടുക്കാനും അങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു സിംഗിൾ റിങ്ങൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കഴിച്ചിട്ടുള്ള പാത്രം കഴുകുന്നതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു റിങ്ങൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കാനും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. നെക്സ്റ്റ് വന്നിട്ട് കൗണ്ടർ ടോപ്പ് ക്ലീനിങ് ആണ്. കൗണ്ടർ ടോപ്പ് ഞാൻ യൂറ്റൻസിൽസ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുത്ത ആ ഒരു ടൈമിൽ തന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി വന്നിട്ട് നമുക്ക് മെയിനായിട്ട് കുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെ സ്നാക്സോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മെയിൻ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ച് ആ ഒരു യൂറ്റൻസിൽസ് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് അതൊന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് അതിനുശേഷം നമ്മൾ ബാക്കി എക്സ്ട്രാ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുക്കിങ്ങും അതിൻ്റെ ഒപ്പം തന്നെ ബാക്കി എക്സ്ട്രാ വർക്കും കൂടെ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ടൈം നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ മൺചട്ടിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഡിഷ് വാഷ് ലിക്വിഡൊക്കെ യൂസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ മൺചട്ടി ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ പണ്ടത്തെ പോലെ നമ്മൾ സാധാരണ ഈ ഉമിയൊക്കെ യൂസ് ചെയ്തിട്ടാണ് കഴുകിയെടുത്ത് വെക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ എന്തായാലും സോപ്പ് വാട്ടറാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വാഷ് ചെയ്ത് വെക്കുന്ന മൺചട്ടിയൊക്കെ ആണെങ്കിൽ പിന്നെ അത് റീയൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് വെള്ളം ചൂടാക്കി വെച്ചതിന് ശേഷം അത് മാറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമുക്ക് വിനെഗറൊക്കെ യൂസ് ചെയ്തിട്ട് അതൊന്ന് വാഷ് ചെയ്തതിന് ശേഷം റീയൂസ് ചെയ്യാവുന്നതാണ്. തേർഡ് വൺ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ചെയ്ത പോലെ തന്നെ കുറച്ച് ഉപ്പൊന്ന് തേച്ച് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമുക്കത് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു 3 മെത്തേഡാണ് ഞാൻ മൺചട്ടിയൊക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് അത് ക്ലീൻ ചെയ്യാനായിട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള ചട്ടിയാണെങ്കിലും ഇതൊക്കെ ഒന്ന് ചെയ്തതിന് ശേഷം വേണം അത് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വന്നിട്ട് നമ്മളിപ്പോൾ റംസാൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതും അല്ലാതെ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതായിട്ടുള്ള കുറേ ഡേറ്റ്സൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകും. അപ്പോൾ അതൊക്കെ ഇനി പ്രാണികളൊക്കെ കയറിയിട്ട് അങ്ങനെ കുറേ ഭാഗം അങ്ങനെ വേസ്റ്റായി പോകാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ അധികം പേരും ഇപ്പോൾ ഡേറ്റ്സ് ഒന്നും അങ്ങനെ അധികം കഴിക്കാത്തവരൊക്കെയാണ്. അപ്പോൾ അവരെ കൊണ്ട് അത് കഴിപ്പിക്കാനും നമ്മുടെ ഡേറ്റ്സ് കാര്യങ്ങളൊന്നും വേസ്റ്റായി പോകാണ്ടിരിക്കാനും വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് നെക്സ്റ്റ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ കുറച്ചധികം ഡേറ്റ്സ് തന്നെ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എടുത്ത ഡേറ്റ്സ് എല്ലാം കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ചിലതിൽ പ്രാണികളൊക്കെ പെട്ടെന്ന് കയറും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നീറ്റാക്കിയിട്ട് കഴുകി എടുത്തിട്ട് ഡ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സെപ്പറേറ്റ് ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ പിസ്ത അതുപോലെ അണ്ടിപ്പരിപ്പൊക്കെയാണ് ഇവിടെ കുട്ടികൾ കഴിക്കല്. ബദാം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവരാരും തൊടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ വെച്ച പോലെ തന്നെ ഉണ്ടാവും. ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വേഗം തീർന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതെല്ലാം കൂടെ അവരെ കൊണ്ട് കഴിപ്പിക്കാനുള്ളൊരു നല്ലൊരു വേ ആണ്. അതുപോലെ ഇത് ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ അവർ കൺസ്യൂം ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്നത് ഈ ഒരു ലഡു ഫോമിൽ കൊടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിസ്തയും അണ്ടിപ്പരിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് 2 കുറച്ചേ ഉള്ളൂ. ബാക്കി വന്നിട്ട് ബദാം അത് ഞാൻ ജസ്റ്റ് സോക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഒരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട്. പിന്നെ വന്നിട്ട് ഇതാ മറ്റേ നമ്മുടെ ഈ ഒരു സീഡില്ലേ
ഫോക്സ് സീഡ് അതെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതാ കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. അതൊന്നും ഇവിടെ ആരും കഴിക്കില്ല. അപ്പോൾ അതും ഞാനിതിലേക്ക് കുറച്ച് കണ്ടൻറ് കേട്ടോ അതെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഞാനൊന്ന് പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പേസ്റ്റല്ല, കുറച്ചൊരു തരികളൊക്കെ ആയിട്ടുള്ളൊരു പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ നെയ്യിൽ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഒന്ന് ഇതുപോലെ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ പ്രോപ്പർ റേഷ്യോയിൽ വരുന്നൊരു നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് ലഡുവിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഫുൾ പ്രോസസ്സ് കാണിക്കാതിരുന്നത്. ഇവിടെ വന്നിട്ട് ആ ഒരു റേഷ്യോയിലല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഡേറ്റ്സൊക്കെ ഒന്ന് യൂസാക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ്സ് കുറച്ചധികം തന്നെ ഇതിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് വേറൊരു അരിയോ അതുപോലെ പഞ്ചസാര കാര്യങ്ങളൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മിക്സ്ചറാണ് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട് മിക്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതാ ഞാൻ ഫ്ലാക്സീഡിൻ്റെ ആ ഒരു ഫോക്സ് സീഡിൻ്റെ ആ ഒരു പൗഡേർഡ് ആയിട്ടുള്ള കാര്യമാണ് ആ വൈറ്റ് കാണുന്നത്. അപ്പോൾ അതിലേക്ക് ബാക്കി നമ്മുടെ ഡേറ്റ്സ് പിന്നെ ബാക്കി വന്നിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള നെയ്യ് കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ലഡു ആക്കിയിട്ട് അത് നമുക്ക് കുറച്ചധികം ദിവസം സ്റ്റോർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു 1 വീക്ക് വരെ നമുക്ക് പുറത്ത് വെച്ചിട്ട് സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ എന്തായാലും 1 വീക്കൊന്നും ഉണ്ടാവാറില്ല ഇത് ഉണ്ടാക്കി വയ്ക്കുമ്പോൾ. ഇനി ഇത് ഒരുപാട് നാളത്തേക്ക് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ നോമ്പിന് വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസൊക്കെ കുറേ ഐറ്റംസൊക്കെ പിന്നെ നമ്മൾ യൂസ് ചെയ്യാതെ ആ ഒരു കാര്യങ്ങളൊക്കെ വേസ്റ്റ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളൊരു ഐറ്റമാണ് നമ്മുടെ കസ്റ്റർഡ് പൗഡർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കസ്റ്റർഡ് പൗഡറൊക്കെ നമുക്ക് വേസ്റ്റ് ആവാതെ, പിന്നെ അത് തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ നഷ്ടപ്പെടാനും ടേസ്റ്റൊക്കെ മാറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഉണ്ടാവാതെ ആ ഒരു ബാലൻസ് ആയിട്ടുള്ള പൊടികൾ കാര്യങ്ങളൊക്കെ ഒന്ന് യൂസിൽ വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു സ്ക്വാഷായിട്ട് കസ്റ്റർഡ് പൗഡർ നമ്മൾ സാധാരണ കസ്റ്റർഡ് ഉണ്ടാക്കുന്ന പോലെയല്ല, കുറച്ച് ലൂസിലൊരു സ്ക്വാഷിൻ്റെ തിക്നെസ്സിൽ ഉണ്ടാക്കിയതിന് ശേഷം നല്ലോണം തണുപ്പിച്ചതിന് ശേഷം ബോട്ടിൽസൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചൂട് ടൈമിൽ എല്ലാവരും അതൊന്ന് കൺസ്യൂം ചെയ്യാനും പെട്ടെന്ന് തന്നെ അതൊക്കെ ഒന്ന് ചിലവായി കിട്ടാനൊക്കെ ഒരു ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെയ്നറിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമ്മൾ യൂസ് ചെയ്യില്ല, അങ്ങനെ അത് കേടായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ നോമ്പിന് ഇതാക്കി, പിന്നെ നമ്മൾ ആ നോമ്പ് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ഷെഡ്യൂൾ ഫുള്ള് മാറി വരുമല്ലോ. ആ ഒരു ടൈമിൽ ഉണ്ടാക്കുന്നതായിരിക്കില്ല പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ഫുഡ് ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടൈമിലേക്ക് മാത്രം വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോവുക. അത് നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ യൂസ് ആക്കാൻ പറ്റുമെന്നുള്ളതും കൂടെ ഒന്ന് നോക്കിയിട്ട് അങ്ങനെയും കൂടെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡേറ്റ്സൊക്കെ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ നാശമായി പോകാനൊക്കെയാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ പല വീട്ടിലും സംഭവിക്കുന്നതായിരിക്കും. അതൊക്കെ എടുത്തിട്ട് പിന്നെ കളയിലൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിനൊക്കെ ഒരു സിമ്പിൾ സൊല്യൂഷനാണ്. ഒരു 5 മിനിറ്റ് മാത്രം മതി നമുക്കിതൊക്കെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, യൂസ്ഫുൾ ആക്കുക. അതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പെട്ടെന്ന് കഴിക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഡേറ്റ്സ് മാത്രമേ ഉള്ളൂ, വേറെ ഡ്രൈ ഫ്രൂട്ട്സും ഒന്നുമില്ല വീട്ടിലെങ്കിൽ നമുക്കിത് ഡേറ്റ്സും അരിപ്പൊടിയും മാത്രം വെച്ചിട്ട് ചെയ്തെടുത്താലും നല്ലൊരു ഈവനിങ് സ്നാക്സൊക്കെ ആക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ടിപ്പായിട്ട് ഷെയർ ചെയ്യുന്നത് എനിക്ക് റീസെൻ്റ്ലി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ ഇതുപോലെയുള്ള നെറ്റിൻ്റെ ലിഡൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു തിള വരുന്ന സമയത്ത് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് പറ്റാറില്ല. അത് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തൂവിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാവുമ്പോൾ ആ ഒരു ആവി കാര്യങ്ങളൊക്കെ ശരിക്കും പുറത്ത് പോകാൻ പറ്റുന്നതുകൊണ്ട് തന്നെ തൂവിപ്പോവാതിരിക്കാനും അതുപോലെ ആ ഒരു ഏരിയ ഡേർട്ടാവാതിരിക്കാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ സാധാരണ നമ്മൾ കറികളൊക്കെ തിളപ്പിക്കുന്ന ആ ഒരു ടൈമിൽ എന്തായാലും ആ ഒരു ഏരിയയൊക്കെ ഫുള്ള് തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ലിഡൊക്കെ വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. പിന്നെ അതുപോലെ ഇത് നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഞാനത് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വർക്കായിട്ടില്ല കേട്ടോ. ആ ഒരു ഓയിൽ കണ്ടൻറ്റൊക്കെ പുറത്ത് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ആപ്റ്റായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുള്ളാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകാനും കൂടെ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.